ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉയരുന്നത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റൈസിയും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ കടുത്ത മൂടൽമഞ്ഞിൽ പെടുകയായിരുന്നു. പർവ്വത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനിടെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന ആരോപണം നിലവിലുണ്ട്. ഇതിനിടയിലാണ് റൈസിയുടെ ആകസ്മിക മരണം. അത് ഇസ്രായേലിനെ സംശയത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ 1 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം ഇതുമായി ചേർത്ത് വായിക്കുന്നവരുണ്ട്. 2 മുതിർന്ന കമാൻഡർമാർ ഉൾപ്പെടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ 7 ഉദ്യോഗസ്ഥരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്താൻ മുൻകൈ എടുത്തവരാണ് കൊല്ലപ്പെട്ടത് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടല്ലാതെയുള്ള യുദ്ധം നടക്കുന്നു എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് നേരിട്ടുള്ള ഒരു ആക്രമണം എന്നതും ശ്രദ്ധേയം. അപകടത്തിൽ കള്ളക്കളിയുള്ളതായി ഇറാൻ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും ഇസ്രയേലിലെ ഹിറ്റ് ജോബ് എന്ന് വിളിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വ്യാപകമാണ്. പ്രസിഡന്റ് മരിച്ച അപകടത്തിൽ കള്ളക്കളിയുണ്ട് എന്ന് ഇറാൻ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും ഇസ്രയേലിലെ ഹിറ്റ് ജോബ് എന്ന് വിളിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ള വിവാദം വ്യാപകമാണ്. ഇത്തരം സിദ്ധാന്തങ്ങൾക്ക് കരുത്തു നൽകുന്നതാണ് ഇസ്രയേലിലെ ചാരസംഘടനയായ മൊസാദിൻ്റെ ഇറാനിലെ ആക്രമണം നടത്താനുള്ള അസാധാരണമായ കഴിവ്. മുൻകാലങ്ങളിൽ സുപ്രധാന കേന്ദ്രങ്ങളിലേക്കും ഇറാനിലെ പ്രധാന വ്യക്തികൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനു പിന്നിൽ ഇസ്രയേലിൻ്റെ കൈയുണ്ടോ എന്ന സംശയവും വ്യാപകമായിരുന്നു. 2020 അതിശയകരമായ ഒരു ഓപ്പറേഷനിൽ ഇറാനിയൻ ആണവശാസ്ത്രജ്ഞൻ മൊഹ്സൻ ഫക്രിസാദ് കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ഇറാൻ ബദ്ധവൈരിയായ ഇസ്രയേലിനെയും നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ ഗ്രൂപ്പിനെയും കുറ്റപ്പെടുത്തി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം വളരെ സങ്കീർണമായിരുന്നുവെന്നും സംഭവസ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഇറാൻ പറയുന്നത്. ഇറാൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി റിയർ അഡ്മിറൽ അലി ഷംഖാനി സ്റ്റേറ്റ് ടിവിയോടാണ് അന്ന് ഈ കാര്യം വ്യക്തമാക്കിയത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിൽ യന്ത്രത്തോക്ക് ഘടിപ്പിച്ചാണ് കാർ ഓടിച്ചിരുന്ന ഫക്രിസാദിനെ കൊലപ്പെടുത്തിയത്. സ്നൈപ്പർ 1000 മൈലിലധികം അകലെ ഒരു അജ്ഞാത സ്ഥലത്തിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ മെഷീൻ ഗൺ നിയന്ത്രിച്ചു എന്നാണ് ഇറാൻ്റെ നിഗമനം. ഒരു നൂതന റോബോട്ടിക് ഉപകരണത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ബെൽജിയൻ നിർമ്മിത FN-MAG മെഷീൻ ഗണ്ണിൻ്റെ പ്രത്യേക മാതൃകയാണ് ഇസ്രായേൽ ഇതിനായി തിരഞ്ഞെടുത്തത് എന്നായിരുന്നു വിവരം. എന്നാൽ യന്ത്രത്തോക്കും റോബോട്ടും അനുബന്ധ ഉപകരണങ്ങളും ചേർന്ന് ഏകദേശം 1 ടൺ ഭാരം വരും. ഉപകരണങ്ങൾ പല പാർട്ടുകളായി കടത്തുകയും തുടർന്ന് ഇറാനിൽ രഹസ്യമായി വീണ്ടും അവ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒരു പിക്കപ്പിൻ്റെ തട്ടിൽ ഒതുങ്ങുന്ന തരത്തിലാണ് റോബോട്ട് നിർമ്മിച്ചിരുന്നത്. കമാൻഡ് റൂമിൽ നിന്ന് പൂർണ്ണ ചിത്രം ലഭിക്കുന്നതിനായി 1ലധികം ദിശകളിലേക്ക് ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു. അതെല്ലാം ട്രക്കിലാണ് ഘടിപ്പിച്ചിരുന്നത്. ട്രക്കിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ചതിനാൽ കൊലയ്ക്ക് ശേഷം അത് പൊട്ടിത്തെറിച്ചു. ട്രക്കിൻ്റെ കുലുക്കവും ശാസ്ത്രജ്ഞൻ്റെ കാറിൻ്റെ വേഗതയും കണക്കാക്കി AI പ്രോഗ്രാം ചെയ്തു. കഴിഞ്ഞ വർഷം ഇറാനിൽ മറ്റൊരു നാടകീയ ഓപ്പറേഷൻ നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഇറാൻ്റെ മണ്ണിൽ വെച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ ഒരു പ്രവർത്തകനെ ചോദ്യം ചെയ്തുവെന്ന ഇസ്രായേൽ അവകാശവാദം പലരെയും ഞെട്ടിച്ചു. എഴുത്തുകാരനായ അരാഷ് അസീസി ഒരു അറ്റ്ലാന്റിക് മാസികയുടെ ബ്ലോഗിൽ അതേപ്പറ്റി എഴുതിയത് ഇങ്ങനെയാണ്: ജൂൺ 29 ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാനിലെ ഒരു ഓപ്പറേഷൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി. സൈപ്രസിൽ ഇസ്രായേലി പൗരന്മാരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അംഗത്തെ ഏജന്റുമാർ അവിടെ ചോദ്യം ചെയ്തു. ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്താനുള്ള ആ പദ്ധതി പരാജയപ്പെടുത്താൻ സഹായിച്ചതിന് സൈപ്രസിന് ഇസ്രായേൽ നന്ദിയും അറിയിച്ചിരുന്നു. മൊസാദ് ഏജന്റുമാർ ഇറാനിൽ വളരെ അനായാസമായി പ്രവർത്തിക്കുന്നുവെന്നും അവർക്ക് രഹസ്യാന്വേഷണം മാത്രമല്ല ഇറാനിയൻ മണ്ണിൽ ഒരു ഭരണകൂട പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും കഴിയുമെന്നും അരാഷ് അസീസിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. 2022 മൊസാദ് ഏജന്റുമാർ IRGC ഏജന്റായ മൻസൂർ റസൂലിയെ ഇറാനിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. തുർക്കിയിലെ ഒരു ഇസ്രായേൽ നയതന്ത്രജ്ഞനെയും ജർമ്മനിയിൽ വെച്ച് ഒരു അമേരിക്കൻ ജനറലിനെയും ഫ്രാൻസിലെ ഒരു പത്രപ്രവർത്തകനെയും വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച്
ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു എന്നാണ് വിവരം. സൈപ്രസിലെ ഇസ്രായേൽ പദ്ധതികൾക്കെതിരെ ആസൂത്രിത ഭീകര ആക്രമണത്തിന് നേതൃത്വം നൽകാൻ അയച്ച ഇറാനിയൻ ഭീകരനെ ഇറാൻ്റെ പ്രദേശത്ത് പ്രത്യേക ഓപ്പറേഷനിലൂടെ പിടികൂടിയതായി മൊസാദ് ചാരൻ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. മൊസാദ് ഇയാളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയാൻ 2004 മുതൽ ഇസ്രായേൽ ഗവൺമെൻറ് അതിൻ്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഏജൻസി ഇറാൻ്റെ ആണവ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ അട്ടിമറി നടത്തുകയും സൈബർ ആക്രമണങ്ങളിലൂടെ പ്രചാരണം നടത്തിവരികയും ആയിരുന്നു. ഇറാൻ്റെ ആണവായുധ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന വിദഗ്ധർ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. 2007 മുതൽ മൊസാദ് ഏജന്റുമാർ 5 ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുകയും മറ്റൊരാളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഫക്രിസാദയ്ക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിച്ചവരാണ്. ആണവ വാർഹെഡ് നിർമ്മിക്കുന്നതിനുള്ള ഒരു രഹസ്യ പരിപാടിയിലും ഇവർ പങ്കെടുത്തിരുന്നു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ 11 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടതാണ് ഇന്ന് നിലനിൽക്കുന്ന തരത്തിലേക്ക് ഒരു രീതി തിരഞ്ഞെടുക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത്. ശത്രുക്കളെ വധിക്കാൻ വിദേശത്ത് രഹസ്യ പ്രവർത്തകരെ വിന്യസിക്കുക, അതാണ് മൊസാദ് രീതി. മൊസാദ് രഹസ്യാന്വേഷണ വിഭാഗം മ്യൂണിക്കിലെ രക്തച്ചൊരിച്ചിലിന് കാരണക്കാരായ തീവ്രവാദികളെ വകവരുത്താനാണ് ദൈവക്രോധം അഥവാ റാത്ത് ഓഫ് ഗോഡ് എന്ന ഓപ്പറേഷൻ ആരംഭിച്ചത്. അന്നു മുതൽ രഹസ്യമായി വിദേശത്തുള്ള ഇസ്രയേലിൻ്റെ ശത്രുക്കളെ ലക്ഷ്യം വെച്ച് വകവരുത്തിയിട്ടുണ്ട്. എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിലും റെയ്സിയുടെ മരണത്തിലും തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. അത് ഞങ്ങളായിരുന്നില്ല എന്ന് ഇസ്രയേൽ പറയുന്നു. മൂടൽമഞ്ഞുൾപ്പെടെയുള്ള മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണം എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും കള്ളക്കളികളെ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ പലയിടത്തും ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇറാൻ അഭിമുഖീകരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികൾ കണക്കിലെടുക്കുമ്പോൾ ആഭ്യന്തര ശത്രുക്കളുടെയോ ഇസ്രയേലിനെ പോലുള്ള ബാഹ്യ ശക്തികളുടെയോ ഇടപെടലിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. എങ്കിലും അപകടത്തിൽ ഇസ്രയേൽ ഇടപെടാനുള്ള സാധ്യത ഇല്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അധികാരത്തിലുള്ള പ്രസിഡന്റിനെ വധിക്കുന്നത് ഇറാനിൽ നിന്ന് കടുത്ത പ്രതികരണത്തിന് കാരണമാകും. അത് ഇറാനെ പ്രകോപിപ്പിക്കും എന്നും സംശയമില്ല. ഇസ്രയേലിൻ്റെ പങ്കാളിത്തത്തെ സംശയിക്കാൻ ശക്തമായ പല കാരണങ്ങളുമുണ്ടാകാം. എങ്കിലും ഒരു രാഷ്ട്രത്തലവനെ വധിക്കുന്നതിലേക്ക് ഇതുവരെ മൊസാദ് പോയിട്ടില്ല. അതുകൊണ്ട് ഊഹാപോഹങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് കരുതുന്നവരും ഉണ്ട്.